സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിൽ വൈദികൻ കൊല്ലപ്പെട്ടു. കോപ്പ് ടൗൺ. ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയിൽ കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു. സ്റ്റിഗ്മാറ്റിയൻ സന്യസ്ത സമൂഹ അംഗമായ ഫാദർ പോൾ ടാറ്റു ആണ് കൊല്ലപ്പെട്ടത്. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നതിന് ദൃക്സാക്ഷിയായ ഫാദർ പോളിനെ അക്രമികൾ കാറിൽ കടത്തിക്കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സ്റ്റിഗ്മാറ്റിയൻ മിഷണറിയായ ഫാദർ ജാനി പിക്കോൾബോനി പറഞ്ഞു. കൊല്ലപ്പെട്ട വൈദികന് 47 വയസ്സായിരുന്നു. ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം ദേശീയ മെത്രാൻ സമിതിയുടെ മാധ്യമ വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചിരുന്നു. ഫാദർ പോൾ ടാറ്റുവിൻ്റെ കൊലപാതകത്തിൽ ദക്ഷിണാഫ്രിക്കൻ മെത്രാൻ സമിതി അനുശോചനം രേഖപ്പെടുത്തി. അർപ്പണബോധത്തോടെയും സമർപ്പണത്തോടെയുമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഏറെ മാതൃകാപരമായിരുന്നുവെന്നും അനുശോചന സന്ദേശത്തിൽ മെത്രാൻ സമിതി പ്രസ്താവിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ സുരക്ഷയുടെയും ധാർമ്മികതയുടെയും അപജയത്തിൻ്റെ വേദനാജനകമായ ഉദാഹരണമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഫാദർ പോൾ ടാറ്റു അംഗമായ സ്റ്റിഗ്മാറ്റിയൻ സന്യാസ സമൂഹം 1960 നവംബർ 9 ദക്ഷിണാഫ്രിക്കയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ദക്ഷിണാഫ്രിക്ക, ലെസോത്തോ, ബോട്സ്വാന, മാലി, ടാൻസാനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്റ്റിഗ്മാറ്റിയൻ സന്യസ്ത സമൂഹം പ്രവർത്തന നിരതമാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.